നമസ്കാരം. ബബ്ബ സിനിമ കണ്ടു. സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, മൊത്തത്തിൽ പറഞ്ഞാൽ സിനിമ സിനിമ എനിക്കൊരു ആവറേജ് സിനിമയിലാണ് തോന്നിയത്. ഈ സിനിമ രണ്ട് രീതിയിലും പോകാം. കുറേ പേർക്ക് ഇഷ്ടപ്പെടാം, കുറേ പേർക്ക് ഇഷ്ടപ്പെടാതെ പോകാം. അത് അവർ ആ സിനിമയെ എങ്ങനെ വീക്ഷിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് അസ്യൂഷ്വൽ ഒരു കുഞ്ഞു റിവെഞ്ചസ് സ്റ്റോറി തന്നെയാണ്. പ്രതിനായകൻ ചെയ്ത എന്തോ കാര്യം പ്രത്യക്ഷമായ പരോക്ഷമായ നായകനൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒരു റിവെഞ്ച് ചെയ്യാനായിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത്. അതാണ് കഥ. എല്ലാവരുടെയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആരും അങ്ങനെ മോശമായിട്ടൊന്നും പെർഫോം ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ദിലീപേട്ടൻ്റെ പെർഫോമൻസിൽ വല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് കാണാൻ പറ്റും. അത് വേറെ കൊണ്ടുമല്ല, ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കാണുന്ന നമുക്കും കൂടി ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് കൊണ്ടാവുമെന്ന് അറിയില്ല. മൊത്തത്തിൽ പുള്ളിയെ കാണാൻ ഭയങ്കര രസമുണ്ട്. പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഒരു റൺവേയിലൊക്കെ കാണിക്കുന്ന ഒരു മാനറിസം, ആ ഒരു കോൺഫിഡൻസ് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പുള്ളിയുടേത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. പിന്നെ ലാലേട്ടൻ്റെ പോർഷനും പുള്ളി വന്ന പോർഷനൊക്കെ അടിപൊളിയായിരുന്നു, നന്നായിട്ട് പുള്ളിയും ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് നോ ലോജിക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോജിക് ഒന്നും ഇതിനകത്ത് നോക്കാനില്ല. ജസ്റ്റ് പടം കാണുക, എൻ്റർടൈൻ ചെയ്തിട്ട് വരിക എന്നുള്ള കൺസെപ്റ്റിലുള്ളവർക്ക് മാത്രം സിനിമയെ അപ്രോച്ച് ചെയ്താൽ മതി. അതിനകത്തൊന്നും വിശകലനം ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെ മണ്ടത്തരമാണ്. കാരണം നമ്മൾ ആദ്യം ടാഗ് ലൈൻ അറിഞ്ഞിട്ട് തന്നെയാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അതവിടെ നിൽക്കുക. ഇനി എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറയുന്നതെന്ന് എനിക്ക് തോന്നിയ കാര്യം, ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു സിനിമയെ തുടക്കത്തിൽ ഭയങ്കര ഹൈപ്പാക്കി കയറ്റി വയ്ക്കും. ചിലപ്പോൾ അതിന് മിഡിൽ പോർഷനൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇഴഞ്ഞ് ചത്തുപോകും. വീണ്ടും ക്ലൈമാക്സ് കൊണ്ടങ്ങ് ഹൈപ്പിൽ നിർത്തി തീർത്ത് കഴിഞ്ഞാൽ ആ പടം ഹിറ്റാണ്. അതിന് എന്ത് ടൈപ്പ് ഓഫ് പടമില്ല, അത് പടം ഹിറ്റായിരിക്കും, ഷോട്ടാണ്. ഇപ്പം ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽക്ക് ഇൻ്റർവ്യൂ വരെ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ സ്റ്റൈലിൽ ഇങ്ങനെ പോവുകയാണ്. നമ്മളെല്ലാം അങ്ങനെ വൈബൊക്കെ അടിച്ച് അങ്ങനെ ചിരിച്ച് കളിച്ച് അങ്ങനെ അങ്ങ് പോയി ഇൻ്റർവ്യൂ വരെയൊക്കെ അങ്ങ് സെറ്റായി. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴാണ് ലാലേട്ടൻ വരുന്നത്. അതുകൊണ്ട് ലാലേട്ടൻ വന്ന പോർഷൻ ഇൻട്രൊഡക്ഷനൊക്കെ ഭയങ്കര തീയായിരുന്നു, അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അത് അവിടെ അങ്ങ് തീർന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിവെഞ്ചും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇതൊക്കെ ഒരു ഹൈപ്പിലോട്ട് കൊണ്ടുപോകുന്നില്ല. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേളിലോട്ട് കയറ്റാണ്ട് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇറങ്ങി പോവാണ് ഉണ്ടായത്. അപ്പം ക്ലൈമാക്സിനടുപ്പിച്ച് പലതും കാണിക്കുന്നുണ്ട്, ഒരുപാട് ചേസ് സീനും അതും ഇതും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല, അതാണ് സത്യം. അപ്പോൾ അതൊക്കെ കൊണ്ടാവാം ഈ പറഞ്ഞ പോലുള്ള കുറേ പേർക്ക് ഇഷ്ടക്കേട് വന്നത് അതുകൊണ്ടൊക്കെയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. എനിക്കും ഞങ്ങളുള്ള ടീമിനും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത്. കാരണം ആദ്യത്തെ രസമൊന്നും അവസാനത്തോടെ എപ്പിച്ചുണ്ടായില്ല. അത് പടം അങ്ങ് അതിൻ്റെ ഒഴുക്കിലങ്ങ് തീർന്നു എന്നുള്ളത് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത്, ഇതൊരു എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് മൂവിയല്ല. ചിലർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് മൂവിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. തിയേറ്ററിൽ കണ്ടേ പറ്റൂ, അങ്ങനെ ഒരു ഇമ്പാക്ട് കിട്ടുന്ന മൂവിയൊന്നുമല്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. വേറൊന്നുമില്ല. വീണ്ടും അടുത്തൊരു പടത്തിൻ്റെ വിശേഷമായിട്ട് കാണാം. ബൈ.